Hi everyone, welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ M.Com അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ളത്. സോ നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കാം. സോ ഈ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ റോബോട്ട്സ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി. ഇറ്റ് ബ്രിങ്സ് forth a true, fair and real value of assets through which the financial position of a company can be projected. In short, internal reconstruction is the internal reorganization of the capital structure of the company. അതായത് നമ്മുടെ ഇന്റേണൽ ഓർഗനൈസേഷനിലുള്ള ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ അസറ്റ്സ്, ലൈബിലിറ്റീസ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു റീസ്ട്രക്ചറിങ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇന്റേണൽ റീകൺസ്ട്രക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും ഉണ്ട്. സോ ഇത് രണ്ടിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കമ്പനി വന്നിട്ട് കമ്പനിയുടെ ഐഡന്റിറ്റി വന്നിട്ട് ലോസ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. പക്ഷെ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ കമ്പനി വന്നിട്ട് കമ്പനിയുടെ ഐഡന്റിറ്റി കളഞ്ഞിട്ടാണ് ഒരു റീകൺസ്ട്രക്ഷന് തന്നെ പോകുന്നത്. ഓക്കെ, then അതേപോലെ തന്നെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ദ ഓവർ വാല്യൂഡ് അസറ്റ്സ് ആർ റീവാല്യൂഡ് അറ്റ് ദയർ നെറ്റ്വർക്ക് ആൻഡ് ദ ലോസസ് വിൽ ബി റിട്ടേൺ ഓഫ് എന്നുള്ളതാണ്. ഓക്കെ, ഓവർ വാല്യൂഡ് അസറ്റ്സ് വന്നിട്ട് റീവാല്യൂഡ് ചെയ്യും, ദെൻ നെറ്റ്വർത്ത് ഓവർ വാല്യൂഡ് അസറ്റ്സ് വന്നിട്ട് റീവാല്യൂഡ് ചെയ്യും അറ്റ് ദർ നെറ്റ്വർത്ത് ആൻഡ് ലോസസ് വന്നിട്ട് റിട്ടേൺ ഓഫ് ചെയ്യും. പക്ഷെ എക്സ്റ്റേണൽ വരുന്ന സമയത്ത് ലൈബിലിറ്റീസ് എന്ന് പറയുന്നത് ലിക്വിഡേറ്റഡ് കമ്പനി അറ്റ് അഗ്രീഡ് വാല്യൂക്ക് ലിക്വിഡേറ്റഡ് കമ്പനി ആവുന്ന സമയത്ത് അത് വന്നിട്ട് അവർ എത്രയാണോ പറയുന്നത് ആ വിലയിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ. ഓക്കെ, ദെൻ no new company is formed nor any existing company is liquidated. It is the internal matter of the single company. അതായത് വേറൊരു പുതിയ കമ്പനി നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഇപ്പോൾ ഉള്ള കമ്പനിനെ നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇത് ഒരു സിംഗിൾ കമ്പനിയുടെ മാത്രം കാര്യമാണ്. സോ സിംഗിൾ കമ്പനി മാത്രമേ നോക്കത്തുള്ളൂ. പക്ഷെ നമ്മുടെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സമയത്ത് അങ്ങനെയല്ല, ഒരു ന്യൂ കമ്പനി തന്നെ ഫോം ചെയ്യും. ഓൾഡ് കമ്പനിനെ റീപ്ലേസ് ചെയ്തിട്ട് ന്യൂ കമ്പനി ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷെ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ദീസ് പാർട്ടീസ് വിൽ ബി സെറ്റിൽഡ് ഓഫ്. ഓക്കെ, ഈ പാർട്ടീസ് ഒക്കെ നമ്മൾ സെറ്റിൽ ഓഫ് ചെയ്ത് കളയുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എന്തിനാണ്? ഒരു ലിക്വിഡേഷനിലോട്ട് പോകുന്ന സമയത്താണല്ലോ റീകൺസ്ട്രക്ഷൻ തന്നെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് നമ്മളുടെ ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണലിൽ വരുന്നത്. ദെൻ നിങ്ങൾക്ക് വരുന്നത് മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ദെൻ റീഓർഗനൈസേഷൻ ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത്. അതിൽ ഓൾട്ടറേഷൻ എന്ന് പറയുന്നത് കമ്പനി തന്നെ അവരുടെ ക്യാപിറ്റൽ ക്ലോസസ് വന്നിട്ട് ഓൾട്ടർ ചെയ്യും. അത് വന്നിട്ട് മെമ്മറാണ്ടത്തിൽ വന്നിട്ട് മെമ്മറാണ്ടവും ആസ് വെൽ ആസ് അതേപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരുന്നാൽ മാത്രമേ ഈ ആൾട്ടറേഷൻ ഷെയർ ക്യാപിറ്റലിൽ വരുന്ന ഓൾട്ടറേഷൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഓൾട്ടറേഷൻ ചെയ്യാം എന്നുള്ളതിൽ മെമ്മറാണ്ടത്തിൽ പറഞ്ഞിരുന്നതാണെങ്കിൽ ഒരു ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് അതിലൂടെ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് നമുക്ക് ഓൾട്ടറേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ആ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ട് 30 ഡേയ്സ് ആയിരിക്കും നമ്മൾക്ക് തരുന്നത്. ഓക്കെ, ഓൾട്ടറേഷന് നമ്മൾക്ക് തരുന്നത് 30 ഡേയ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിന്റെ ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് വരുന്നത്. ഇൻക്രീസിംഗ് ദ ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് ജേർണൽ എൻട്രീസ് ഒന്നും അങ്ങനെ വരാറില്ല. ദെൻ കൺസോളിഡേറ്റിംഗ് ദ ഷെയർസ് ഇൻ ടു ലാർജ് എമൗണ്ട് ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ആണ്. ദെൻ അതേപോലെ തന്നെ സബ് ഡിവൈഡ് ചെയ്യുന്ന സമയത്തും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ആണ്. ദെൻ ബൈ കൺവേർട്ടിംഗ് ആണെങ്കിൽ ഫോർ കൺവേർട്ടിംഗ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട് ആണ്. ദെൻ റീകൺവേർട്ടിംഗ് ആണെങ്കിൽ സ്റ്റോക്ക് ഇൻ ടു ഷെയർസ് ആണെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് നമുക്ക് ഇതിലെ ജേർണൽ എൻട്രീസ് വരുന്നത്. ഓക്കെ, ദെൻ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണ് സെക്കൻഡ് മെത്തേഡ്. റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് നമ്മുടെ പ്രൊവിഷൻസ് ആണ്. ഓക്കെ, സെക്ഷൻ 612 അതുപോലെ 64 വരെ വന്നിട്ട് നമ്മുടെ കമ്പനീസ് ആക്ടിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ റിഡക്ഷൻ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച്. അതിന്റെ ബേസിസിലാണ് നമ്മളുടെ റിഡക്ഷൻ നടത്തുന്നത്. ഇതിൽ വന്നിട്ട് റീപേയ്മെന്റും അതേപോലെ തന്നെ റിട്ടേൺ ഡൗൺ കമ്പനിയുടെ അസറ്റ്സും കാര്യങ്ങളൊക്കെ റീപേയ്മെന്റും റിട്ടേൺ ഡൗൺ ചെയ്തിരിക്കും. ഓക്കെ, ഡിഫറെന്റ് ക്ലോസസ് ഓഫ് ക്യാപിറ്റൽ ഡ്യൂ ടു ദ ലാർജ് അക്യുമുലേറ്റഡ് ലോസസോ അല്ലെങ്കിൽ എക്സസ് ക്യാപിറ്റലോ വരുന്ന സമയത്ത് നമ്മളുടെ സെക്ഷൻ 61 to 64 കമ്പനീസ് ആക്ടിൽ പറഞ്ഞതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ആദ്യം കമ്പനി മസ്റ്റ് ബി എതറൈസ്ഡ്. അതായത് ആർട്ടിക്കിൾ ടു റെഡ്യൂസ് ക്യാപിറ്റൽ എന്നുള്ളത് വന്നിട്ട് ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കണം. ഒരു ആർട്ടിക്കിളിൽ വന്നിട്ട് എന്താണ്
കമ്പനി വന്നിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ആ ആർട്ടിക്കിളിൽ വന്നിട്ട് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതിൽ വന്നിട്ട് കമ്പനി വന്നിട്ട് ഓൾട്ടർ ചെയ്യാം എന്നുള്ളത് വന്നിട്ട് ആദ്യം വന്നിട്ട് ചെയ്തിരിക്കണം. ദെൻ അതിനുശേഷം ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിംഗിൽ പാസ് ചെയ്തിരിക്കണം. ദെൻ അതിനുശേഷം കോർട്ട് വന്നിട്ട് കൺഫേം ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, നിങ്ങൾ റിഡക്ഷൻ ചെയ്തോളൂ അല്ലെങ്കിൽ ഓർഡർ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫർമേഷൻ കോർട്ട് കൊടുത്തിരിക്കണം. അതിനുശേഷം കോർട്ട് തന്ന ആ സർട്ടിഫൈഡ് കോപ്പീസും മിനിറ്റ്സും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. കറക്റ്റ് ആയിട്ടുള്ള രജിസ്റ്ററിന്റെ കയ്യിൽ കൊടുത്ത് ഫയൽ ചെയ്തിരിക്കണം. അതിനുശേഷം ഈ കാര്യം ലൈക്ക് കോർട്ട് തന്ന ഓർഡറും അതേപോലെ തന്നെ ഇവർ ഓൾട്ടർ ചെയ്യാൻ പോകണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനോ നോട്ടീസോ വന്നിട്ട് പബ്ലിക്കിന് അറിഞ്ഞിരിക്കണം, പബ്ലിക്കിന് പബ്ലിഷ് ചെയ്തിരിക്കണം. ദെൻ അതിനുശേഷം വന്നിട്ട് കമ്പനി വന്നിട്ട് അവരുടെ നോട്ടീസ് വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കോർട്ട് മേ ബി ഡയറക്റ്റ്, അതായത് കോർട്ട് ഇൻവോൾവ് ആയിട്ടാണെങ്കിലും നമ്മളുടെ കമ്പനി വന്നിട്ട് നോട്ടീസ് വന്നിട്ട് രജിസ്ട്രേഷനിലൂടെ പബ്ലിഷ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ റിഡക്ഷൻ ഷെയർ ക്യാപിറ്റൽ നടക്കുന്നത്. ദെൻ ക്യാപിറ്റൽ റിഡക്ഷൻ ചെയ്യുന്ന എന്തൊക്കെ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് റെഡ്യൂസിംഗ് എക്സിസ്റ്റിംഗ് ദ ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഫോർ അൺകോൾഡ് ക്യാപിറ്റൽ ആണ്. ഓക്കെ, അൺകോൾഡ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് റിഡക്ഷൻ ചെയ്യുന്നത് വെച്ചാൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ്. ദെൻ റിട്ടേണിംഗ് ദ എക്സസ് ക്യാപിറ്റൽ ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ എക്സസ് ക്യാപിറ്റൽ പെയ്ഡ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ മൂന്നാമത്തത് വന്നിട്ട് reducing or cancelling the paid off capital which is lost or not represented by available assets എന്നാണെങ്കിൽ നമ്മൾക്ക് വരുന്ന ജേർണൽ എൻട്രീസ് ആണ്. ഫോർ റെഡ്യൂസിംഗ് ദ ക്യാപിറ്റൽ ബൈ ചേഞ്ചിങ് ദ ഫേസ് വാല്യൂ എന്നാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ എല്ലാത്തിലും നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ഓൾഡും ക്രെഡിറ്റ് ചെയ്യേണ്ടത് ന്യൂ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോർ റെഡ്യൂസിംഗ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ വിത്തൌട്ട് ചേഞ്ചിങ് ദ ഫേസ് ഓർ നോമിനൽ വാല്യൂ എന്നാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വെൻ ദർ ഇസ് അപ്രീസിയേഷൻസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ്സ് എന്നാണെങ്കിൽ അസറ്റ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ജേർണൽ എൻട്രീസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് കോർട്ട് ഓർഡർ ആണ്. അതായത് കോർട്ട് ഓർഡറിൽ ആൻഡ് റെഡ്യൂസ്ഡ് എന്നുള്ള ഒരു വാക്ക് വന്നിട്ട് ആഡ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻസും അതിൻ്റെതായിട്ടുള്ള ഒരു റീകൺസ്ട്രക്ഷൻസും നടത്താൻ പറ്റുള്ളൂ. ദെൻ അതേപോലെ തന്നെ നമ്മൾക്ക് ബാലൻസ് ഷീറ്റിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഇൻ റെസ്പെക്ട് ഓഫ് ഫിക്സഡ് അസറ്റ്സ് വരുന്ന സമയത്ത് ദ എമൗണ്ട് റിട്ടേൺ ഓഫ് അണ്ടർ ദ സ്കീം ഓഫ് റീകൺസ്ട്രക്ഷൻ മസ്റ്റ് ബി ഷോൺ ഫോർ 5 ഇയേഴ്സിലുള്ള റീകൺസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾക്ക് വരുന്ന മെത്തേഡ്സും. ദെൻ നമ്മൾക്ക് വരുന്ന മൂന്നാമത്തെ മെത്തേഡാണ് റീ ഓർഗനൈസേഷൻ ഓർ അറേഞ്ച്മെന്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളത്. സോ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റീ ഓർഗനൈസേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് പ്രൊവൈഡിംഗ് സ്റ്റേബിൾ ആൻഡ് സ്ട്രോങ് ബേസ് ടു ദ കമ്പനി. Then also the creditors, debenture holders and even cumulative preference shareholders may be called upon to sacrifice a portion of their claim to make the business stand on its own feet, which will be ദ ബെനിഫിറ്റ് ഓഫ് ഓൾ. അതായത് ഈ റീ ഓർഗനൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിൽ ക്യാപിറ്റലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്താണല്ലോ നമ്മൾ ലിക്വിഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളോട്ടൊക്കെ പോകുന്നത്. സോ നമ്മുടെ കമ്പനിയിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും ഇൻവെസ്റ്റേഴ്സും അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ള കുറെ പേരുണ്ടാകും. സോ അവർ വന്നിട്ട് അവരുടെ ഷെയർസ് വന്നിട്ട് കമ്പനിക്ക് സാക്രിഫൈസ് ചെയ്തു തരും. നിങ്ങൾ ഓക്കെ ഇനി കമ്പനി റൺ ചെയ്തോളൂ, ഞങ്ങളുടെ ഷെയർ ക്യാപിറ്റൽ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് അവർ തരും. അതിന്റെ ബേസിസിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ റീ ഓർഗനൈസേഷൻ എന്നുള്ളത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെ നമ്മൾക്ക് ചെയ്തു തരുന്നതാണ്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന ജേർണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് വന്നിട്ട് ഫോർഗീവിംഗ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്ലൈംസ് ഫോർഗീവ് ചെയ്ത് തരികയാണെങ്കിൽ ഹോളായിട്ടോ പാർട്ടായിട്ടോ തരികയാണെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്നുള്ളതാണ്. ഇത്രയും സമയം നമ്മൾ ഷെയർ ക്യാപിറ്റൽ ചെയ്തു, ഇവിടെ വരുന്ന സമയത്ത് ഡിബഞ്ചർ ചെയ്താൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എക്സ്ചേഞ്ചിങ് ദയർ ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ്. ദെൻ ക്രെഡിറ്റേഴ്സ് ഫോർഗീവ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്നുള്ളതാണ്. ദെൻ ക്രെഡിറ്റേഴ്സ് വന്നിട്ട് എഗ്രീങ് ടു റിസീവ് ഷെയർസ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ഓർ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ജേർണൽ എൻട്രീസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തത് വരുന്നതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ട് ഗിവിംഗ് ധൈര്യമാണ്. ഓക്കെ, ഗിവിംഗ് ക്ലൈംസ് ഓൺ റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആണ് എന്നാണെങ്കിൽ
റിസർവ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്നുള്ളതാണ്. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫോർഗീവ് ചെയ്യുകയാണെങ്കിൽ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഈ എൻട്രീസ് വന്നിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് പേയ്മെന്റ്സ് നടത്തുന്ന കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നുള്ളതാണ്. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ്. ദെൻ ഏഴാമത്തത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അഗ്രീയിങ് ടു അക്സെപ്റ്റ് ലോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്നാണെങ്കിൽ 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഇതിന് മുന്നിൽ 8% കൊടുത്തിട്ടുള്ളതാണ്, പക്ഷെ ഇപ്പൊ 8% തരാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് 6% ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓൾഡ് ഡെപ്റ്റർ ടു ന്യൂ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്രഷ് ഇഷ്യൂസ് ആണെങ്കിൽ ഫ്രഷ് ഇഷ്യൂസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അങ്ങനെ നമ്മൾ ജേർണൽ എൻട്രീസ് ഒന്നും പാസ് ചെയ്യാറില്ല. ഓക്കെ, ദെൻ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ഷെയർ നമ്മൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ഫോർ സബ് ഡിവിഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ഓൺ സറണ്ടർ ഓഫ് ഷെയർസ് ആണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സറണ്ടർ ഷെയർസ്. ഇതിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ന്യൂ ഷെയർസ് ആണ്. ഓക്കെ, ദെൻ ഓൺ ഇഷ്യൂ ഓഫ് സറണ്ടർ ഷെയർസ് എന്നാണെങ്കിൽ സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ഓൺ ക്യാൻസലൈസേഷൻ ഓഫ് സറണ്ടേർഡ് ഷെയർസ് എന്നാണെങ്കിൽ സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്നുള്ളതാണ്. ദെൻ ലോസ്റ്റ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിട്ടേൺ ഓഫ് ആണെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ടു ഗുഡ്വിൽ ടു ഓവർ വാല്യൂഡ് അസറ്റ്സ് ടു ഗെയിൻ ഫ്രം ബാർഗെയിനിങ് പർച്ചേസ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മിസ്ലേനിയസ് ജേർണൽ എൻട്രീസ് എന്തെങ്കിലും നമുക്ക് മിസ്ലേനിയസ് ആയിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ റിട്ടേൺ ഓഫോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ റിസർവ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷനും ദെൻ എക്സ്പെൻസസ് നമ്മൾ ഇൻകേർഡ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ് വരുന്നത്. ഇതിൽ ഓരോ മെത്തേഡ്സിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. മേജർലി റീ ഓർഗനൈസേഷനിലും ദെൻ അതേപോലെ തന്നെ റീകൺസ്ട്രക്ഷനിലും ആണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇതല്ലാതെ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മേ ബി ഇതിന്റെ മെത്തേഡ്സ് നിങ്ങൾ എഴുതാനായിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ള ജേർണൽ എൻട്രീസും അതേപോലെ തന്നെ ഇതിൽ വരുന്ന 5, 6, 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ അത് എഴുതേണ്ടതായിട്ട് വരും. സോ ജേർണൽ എൻട്രീസ് പഠിച്ചു വെക്കുക. ഓക്കെ, എല്ലാം പഠിച്ചു വെക്കാൻ പറ്റുന്നില്ലെങ്കിലും മേജർ ആയിട്ടുള്ളത് പഠിച്ചു വെക്കത്തില്ല. നമുക്ക് മേജറിൽ വരുന്നത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതല്ലേ. സോ ഇതിന്റെ ബേസിസിൽ ഒരു പ്രോബ്ലം നോക്കാം. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എക്സ് ലിമിറ്റഡ് ആസ് എറ്റ് 31st March 2020 is given below. So share capital 15,000, equity shares of 10 each ആണ് 1,50,000. Land and building 1,45,000 ആണ്. Machinery 35,000. Stock 25,000. Then ഇപ്പുറത്തെ സൈഡില് 1,500 12% preference shares of ₹100 each 1,50,000. Then sundry creditors 1 lakh. Then debtors 40,000. Cash at bank 5,000. P&L account 1,50,000 ആണ്. സോ 4 lakh ആണ് ബാലൻസ് ആവുന്നത്. Then it was resolvable that the equity shares of 10 each and preference shares of ₹100 each be reduced to the same number of shares, each of 4 and 40 respectively. Then the amount thus realized be utilized in then a writing down of stock by ₹10,000, then writing off the adverse balance of P&L account, and C is reducing the machinery by 10,000. The balance left was to be used in raising a provisions for bad debt against sundry debtors. So give the journal entries recording the above transaction in the books of the company. Give also balance sheet of the company after reduction of capital. So നിങ്ങൾക്ക് വന്നിട്ട് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു നോട്ട്സും ദെൻ ജേർണൽ എൻട്രീസ് മാത്രം ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. സോ ഇതിൽ പറഞ്ഞിട്ടുണ്ടാകുന്നത് എന്താണ്, ദാറ്റ് ഇക്വിറ്റി ഷെയർസ് വന്നിട്ട് 10 ഈച്ച് ആണ്, പ്രിഫറൻസ് ഷെയർസ് വന്നിട്ട് 100 ആയിട്ടാണ് റീസോൾവ്ഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൽ വന്നിട്ട് റെഡ്യൂസ് ദ സെയിം നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 4ഉം അതേപോലെ തന്നെ 40 റെസ്പെക്റ്റീവ്ലി ആണ്. ഓക്കെ, ദെൻ ദ എമൗണ്ട് ദസ് റിയലൈസ്ഡ് യൂട്ടിലൈസേഷൻ ചെയ്യുന്നത് റിട്ടേൺ ഡൗൺ ചെയ്യുന്നത് സ്റ്റോക്കിന് 10,000ഉം അതേപോലെ തന്നെ റിട്ടേൺ ഓഫ് ചെയ്യുന്നത് P&L അക്കൗണ്ടിലൂടെയാണ്. ദെൻ മെഷീനറി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 10,000 ആയിട്ട് മെഷീനറി റെഡ്യൂസും ചെയ്തിട്ടുണ്ട്. മെഷീനറിയുടെ വാല്യൂ വന്നിട്ട് 35,000 ആണ്, അത് 10,000 റെഡ്യൂസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ ബാലൻസ് ഷീറ്റ് ലെഫ്റ്റ് ടു ബി ദ യൂസ്ഡ് ഇൻ റൈസിംഗ് ദ പ്രൊവിഷൻസ് ഫോർ ദ ബാഡ് ഡെപ്റ്റ്.
ബാലൻസ് വരുന്നത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സിനും അതുപോലെ തന്നെ സൺട്രി ഡെപ്റ്റേഴ്സിനുമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. ഓക്കെ, സോ ആദ്യം നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ നോട്ട്സ് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ആദ്യം വരുന്നത് ഷെയർ ക്യാപിറ്റലിന്റെ ആണ് നമ്മൾ നോക്കേണ്ടത്. സോ പറഞ്ഞിട്ടുള്ളത് അതറൈസ്ഡ് ഇക്വിറ്റി ഷെയർസ് വന്നിട്ട് 4 ഈച്ച് ആണ്, പ്രിഫറൻസ് ഷെയർസ് വന്നിട്ട് 40 ഈച്ച് ആണ്. ദെൻ 15,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 4 ഈച്ച് ഫുള്ളി പെയ്ഡ് ആണ്. ഓക്കെ, 15,000 into 4 60,000 ആണ്. ദെൻ 1,500 പ്രിഫറൻസ് ഷെയർസ് ഓഫ് 40 എന്നുള്ളതാണ്. സോ 60,000 ആണ്. 15,000 ഇക്വിറ്റി into 4ഉം 1,500 into 40 60,000 അങ്ങനെ 1,20,000 ആണ് നമുക്ക് മൊത്തം ഷെയർ ക്യാപിറ്റൽ വരുന്നത്. ദെൻ ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,45,000 ആണ് നമുക്കുള്ളത്. മെഷീനറി വന്നിട്ട് 35,000 ആണ്. അതിന് റിട്ടേൺ ഓഫ് ചെയ്ത 10,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 25,000 ആണ്. സോ 1,45,000 പ്ലസ് 25,000 1,70,000 ആണ് നമുക്ക് ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് മൊത്തം ഉള്ളത്. ദെൻ ഇൻവെന്ററീസ് ആണ്. ഇൻവെന്ററീസിൽ നമുക്ക് സ്റ്റോക്ക് ആണ് വരുന്നത്. സ്റ്റോക്ക് നമുക്ക് 25,000 ആണ് സ്റ്റോക്ക് ഉള്ളത്. അത് നമുക്ക് റിട്ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത് 10,000 അവിടെയും നമുക്ക് പോയിട്ടുണ്ട്. ഓക്കെ, റിട്ടേൺ ഡൗൺ ചെയ്തിട്ടുണ്ട് 10,000 സ്റ്റോക്ക്. അപ്പൊ അതും മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 15,000 ആണ് ഇൻവെന്ററി അതായത് സ്റ്റോക്കിൽ കിട്ടുന്നത്. ദെൻ ട്രേഡ് റിസീവബിൾസ് ആണ്. ട്രേഡ് റിസീവബിൾസിൽ നമുക്ക് ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെപ്റ്റേഴ്സ് 40,000 ഉണ്ട്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് വന്നിട്ട് നമുക്ക് 10,000 ആണ് വരുന്നത്. ഓക്കെ, ദെൻ പ്രൊവിഷൻസ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് വന്നിട്ട് 10,000 ആണ്. സോ 40,000 മൈനസ് 10,000 ചെയ്യുമ്പോൾ 30,000 ആണ് വരുന്നത്. സോ ഇതാണ് നമുക്ക് നമ്മുടെ നോട്ട്സ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജേർണൽ എൻട്രീസ് നമ്മൾ ചെയ്യാം. ഓക്കെ, ജേർണൽ എൻട്രീസ് പോസ്റ്റ് ചെയ്യുക. ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ ജേർണൽ എൻട്രീസ് ആണ്. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 1,50,000 ആണ് ഉള്ളത്. ദെൻ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? 60,000 ആണ്. ക്യാപിറ്റൽ റിഡക്ഷനിലോട്ട് പോകുന്നത് 90,000 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് പ്രിഫറൻസ് ഷെയർസിന്റെ ആണ്. 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ ആണ്. പ്രിഫറൻസ് ഷെയർസ് ഉള്ളത് 1,50,000 ആണ്. ദെൻ നമ്മൾ കണ്ടുപിടിച്ചത് 60,000 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ 90,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലോട്ട് പോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഈ കാര്യങ്ങൾ അതായത് നമ്മുടെ ഡെപ്റ്റേഴ്സും P&L അക്കൗണ്ട് ദെൻ അതേപോലെ തന്നെ സ്റ്റോക്ക് മെഷീനറി എന്നുള്ള കാര്യങ്ങളൊക്കെ റിട്ടേൺ ഓഫ് ചെയ്യേണ്ടതാണ്. സോ ഇത് നമ്മൾ ചെയ്യേണ്ടത് അവിടെ നിന്നാണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലാണ്. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു P&L അക്കൗണ്ട് ടു സ്റ്റോക്ക് അക്കൗണ്ട് ടു മെഷീനറി അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട്. ക്യാപിറ്റൽ റിഡക്ഷനിൽ നമുക്ക് എത്രയുള്ളത്? 90,000 പ്ലസ് 90,000 അങ്ങനെ 1,80,000 ആണുള്ളത്. P&L അക്കൗണ്ടിലോട്ട് നമുക്ക് 1,50,000 ഓൾറെഡി ബാലൻസ് ഷീറ്റിലുണ്ട്. സ്റ്റോക്ക് 10,000 നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10,000. മെഷീനറി 10,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് നമുക്ക് 10,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആയി. അപ്പൊ ഇതാണ് നമുക്ക് ജേർണൽ എൻട്രീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻസ് ആണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനിലോട്ട് പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ 1,20,000 ഉണ്ട്. ദെൻ കറന്റ് ലൈബിലിറ്റീസിൽ ട്രേഡ് പേയബിൾ ആയിട്ട് 1,00,000 ഉണ്ട്, ലൈക്ക് സൺട്രി ക്രെഡിറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിൽ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 2,20,000 ആണ് വരുന്നത്. ദെൻ അസറ്റ് സൈഡിലോട്ട് പോകുക. നോൺ കറന്റ് അസറ്റ്സിൽ ഫിക്സഡ് അസറ്റ് സൈഡ് ടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ട് നമുക്ക് 1,70,000 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോസ്റ്റ് ചെയ്യുക. ദെൻ കറന്റ് അസറ്റ്സിൽ ഇൻവെന്ററീസ് സ്റ്റോക്കിൽ 15,000 ഉണ്ട്. ട്രേഡ് റിസീവബിൾസ് അതായത് ഡെപ്റ്റേഴ്സ് ആയിട്ട് 30,000 ഉണ്ട്. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ആയിട്ട് 5,000 ഉണ്ട്. അതും കൂടി പോസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് 2,20,000 നമുക്ക് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഈക്വൽ ആയി. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെയാണ് മറ്റുള്ള പ്രോബ്ലംസും വരുന്നത്. സറണ്ടേഴ്സ് വരുന്നത് കുറവാണ്. അല്ലാതെ നമുക്ക് ഈ മെഷീനറീസും സ്റ്റോക്കും എന്നുള്ളത് കാര്യങ്ങൾ വന്നിട്ട് അതിൽ നമ്മൾ അങ്ങനെ റിട്ടേൺ ഓഫ് ചെയ്യണ പോലെയും അതേപോലെ തന്നെ ഇക്വിറ്റിയും അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ അത് ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് മെജോറിറ്റി പ്രോബ്ലംസ് വരുന്നത്. സറണ്ടേഴ്സ് കൂടുതൽ കണ്ടുവന്നിട്ടില്ല. മേ ബി നിങ്ങൾ അതൊന്ന് നോക്കി പോവുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇതേപോലെയാണ് മറ്റുള്ള പ്രോബ്ലംസും. നിങ്ങൾക്ക് ജസ്റ്റ് ആ സാമ്പിളിന് ഒരു പ്രോബ്ലം പറഞ്ഞു തന്നു മാത്രം. നിങ്ങൾ ഇതിന്റെ ബേസിസിൽ മറ്റുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ടൈമിനനുസരിച്ച് പഠിച്ചിട്ട് പോവുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.